ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാനാസ് സ്പൈസസ്. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ അല്ലാട്ടോ ചെയ്യുന്നത്. ഇന്ന് ടെസ്റ്റിമോണിയൽ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എല്ലാവരും അയച്ചത് ഷെയർ ചെയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസ് അയക്കുന്നത് വളരെ സന്തോഷം. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ അത്യാവശ്യം റെസിപ്പീനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സും തീർക്കാൻ എനിക്ക് അവിടെ പറ്റും. പിന്നെ കുറച്ച് ദിവസമായി ഇപ്പോൾ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ട്. കാരണം എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഒരു വെബ്സൈറ്റുണ്ട്, ഇംഗ്ലീഷ് ചാനലും ഉണ്ട്, ഈ മലയാളം ചാനലും ഉണ്ട്. അപ്പോൾ മൂന്നിലും അത്യാവശ്യം കുറച്ച് ബാക്ക് എൻഡ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റിൽ ഒരുപാട് റെസിപ്പീസ് കയറ്റാനുണ്ട്. പിന്നെ നമ്മുടെ ഈ കോവിഡ് സമയത്ത് ഒരുപാട് ചാനൽസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് വ്ളോഗിങ്ങും കുക്കിങ്ങും പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസും ചെറിയ കുട്ടികളും എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ചാനൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ വ്യൂസ് പൊതുവേ കൂടുതൽ ചാനൽസിൽ ഇത്തിരി കുറവാണ്. കാരണം അത്രയധികം സെലക്ഷൻ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ പുതിയ റെസിപ്പീസ് ഇട്ടിട്ടും ഒരുപാട് വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് ഓർത്തു. ഒന്ന് റിസർച്ച് ചെയ്യാണ് എന്തൊക്കെയാണ് താല്പര്യം എല്ലാവർക്കും കാണാൻ. അപ്പം ഞാൻ കൂടുതൽ റെസിപ്പീസ് തന്നെയാണ് ഇടാറ്. എനിക്ക് വ്ളോഗ്സ് ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യാറില്ല. ഒരുപാട് റിസർച്ച് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടൊക്കെയാണ് എൻ്റെ റെസിപ്പീസ് ഷെയർ ചെയ്യുന്നത്. ട്രൈ ചെയ്യുന്നവരുടെ നിന്ന് ഒരുപാട് നല്ല ഫീഡ്ബാക്കും ഉണ്ട്. അപ്പോൾ ഈ വ്യൂസ് ഇത്തിരി കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഒന്നും ആലോചിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് നിങ്ങൾ ഒന്ന് അറിയിക്കുക കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഇടാം, വേഗം നോക്കാം ഞാൻ. പിന്നെ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഒരുപാട് പേര് ട്രൈ ചെയ്യാറുണ്ട്. എപ്പോഴും എനിക്ക് അതിനെപ്പറ്റി നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. അതുകൂടാതെ ഒരു സെക്കൻഡ് വേർഷൻ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ട്, മാരിനേറ്റഡ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നത്. കാരണം തലശ്ശേരി ബിരിയാണിയിൽ മാരിനേറ്റ് ചെയ്യാത്ത ചിക്കൻ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലർക്ക് മാരിനേറ്റ് ചെയ്തത് ഇഷ്ടമുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു വീഡിയോ ഉണ്ട്, കാണാത്തവർ അത് കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്ക്. അതും വളരെ നല്ലൊരു ബിരിയാണിയാണ്. പിന്നെ ഷാനാസ് സ്പൈസസ് ചാനലിൽ വന്നാൽ എന്താ അതിന് പറയാം, പ്ലേലിസ്റ്റ്സ് നോക്കിയാൽ സെക്ഷൻ ബൈ സെക്ഷൻ നോക്കാം നിങ്ങൾക്ക്. റൈസ് റെസിപ്പീസ് ആണോ, ചിക്കൻ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഡിസേർട്ട്സ് വെജിറ്റേറിയൻ ആണോ ഇഷ്ടം. അതിൽ നിന്ന് ഇടയ്ക്ക് എന്തെങ്കിലും റെസിപ്പീസ് ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇവിടെ സുഖമായിട്ടിരിക്കണം. പിള്ളേർക്ക് ഇപ്പോൾ എക്സാംസ് അടുത്തിരിക്കണം, നടന്നുകൊണ്ടിരിക്കണം ആക്ച്വലി. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു തിരക്ക്. നിങ്ങളുടെ വിശേഷം അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും യൂസ് ചെയ്യണവർക്കും എൻ്റെ പേജ് ഫോളോ ചെയ്യാം, ഫ്രണ്ട് ആവാം. അവിടെ എൻ്റെ ഹാൻഡിൽ റെസിപ്പീസ് വിത്ത് ഷാന ആണ്. ഈ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നത്, മലയാളം റെസിപ്പീസ്. അവിടെയും ഫ്രണ്ട് ആവാം. അപ്പോൾ വേറെ ഒന്നുമില്ല. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി വരാൻ നോക്കാം. കുറേ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.